വലുതാകുമ്പോൾ ഞാനും സൈന്യത്തിൽ ചേരും. എണ്ണി എണ്ണി പകരം ചോദിക്കും. വീരമൃത്യു വരിച്ച സൈനികന്റെ മകൾ വർത്തിക. ജമ്മു കാശ്മീരിലെ ഉദയംപൂരിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ സുരേന്ദ്രകുമാർ മോംഗയ്ക്ക് നാട് യാത്രാമൊഴിയേകി. ശത്രുക്കളെ നേരിടുന്നതിനിടെയാണ് തന്റെ അച്ഛൻ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചതെന്നും വലുതാകുമ്പോൾ താനും സൈന്യത്തിൽ ചേരുമെന്നും അച്ഛന്റെ മരണത്തിന് താൻ എണ്ണി എണ്ണി പകരം ചോദിക്കുമെന്നും 11 വയസ്സുകാരിയായ മകൾ വർത്തിക പറഞ്ഞു. വീരമൃത്യു വരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് സുരേന്ദ്രകുമാർ മോംഗെ വർത്തികയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. വ്യോമസേനയിൽ മെഡിക്കൽ അസിസ്റ്റന്റായിരുന്നു സുരേന്ദ്രകുമാർ മോംഗെ. പാക് ഷെല്ലാക്രമണം നടക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ ഉദയംപൂരിൽ വ്യോമതാവളത്തിലെ മെഡിക്കൽ ഡിസ്പെൻസറിയിലായിരുന്നു അദ്ദേഹത്തിന് ഡ്യൂട്ടി. ശനിയാഴ്ചയുണ്ടായ പാക് ഷെല്ലാക്രമണത്തിലാണ് 36-കാരനായ മോംഗെ വീരമൃത്യു വരിച്ചത്. രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയാണ്. ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബർബ, പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. മോംഗയുടെ ഭാര്യ സീമയുടെ കണ്ണുനീർ കണ്ടുനിന്നവരെ കണ്ണീരിലാഴ്ത്തി. 7 വയസ്സുകാരൻ ദക്ഷ് അന്ത്യകർമ്മങ്ങൾ ചെയ്തു. താൻ സൈന്യത്തിൽ ചേരുമെന്നും ശത്രുക്കളോട് പകരം ചോദിക്കുമെന്നും മകൾ വർത്തിക പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് മോംഗയെ ഉദയംപൂരിലേക്ക് വിളിപ്പിച്ചിട്ട് 5 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മോംഗെ വ്യോമസേനയിൽ 14 വർഷം സേവനം ചെയ്തു.